നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതി ദുരന്തങ്ങൾ ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പ്രളയവുമൊക്കെ പലവട്ടമാണ് നാം നേരിട്ടത്. അപകട സാധ്യത അല്പമൊന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മാറി താമസിക്കാമായിരുന്നു എന്ന് വയനാട്ടിൽ രക്ഷപ്പെട്ട പലരും പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. ഒടുവിലിത് അത്തരമൊരു മുന്നറിയിപ്പ് സംവിധാനവുമായി കേരള സർവകലാശാല. സ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റി പ്രെഡിക്റ്റർ കേരള സർവകലാശാലയുടെ മണ്ണിടിച്ചിൽ മുൻകൂർ മുന്നറിയിപ്പ് ആപ്പ് പേറ്റന്റ് നേടിയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള പേറ്റന്റ് ലഭിച്ച പ്രഥമ മുന്നറിയിപ്പ് സംവിധാനമാണ് കെ-സ്ലിപ്പ്. 2018 മുതൽ ഇതുവരെ ഏകദേശം 1200 പേരാണ് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ വ്യാപ്തി നമുക്ക് ബോധ്യമാവുന്നത്. കേരള യൂണിവേഴ്സിറ്റി ജിയോളജി വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മണ്ണിടിച്ചിൽ ഗവേഷണത്തിലെ വിദഗ്ധനുമായ ശ്രീ സജിൻ കുമാർ KS ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ദുരന്ത പ്രതികരണ തയ്യാറെടുപ്പിൽ സംസ്ഥാനത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ സ്ലിപ്പ് സജ്ജമായിരിക്കുന്നു. ഉപയോക്താക്കൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകാൻ അവരുടെ മാപ്പിൽ ഒരു സ്ഥലം ടാഗ് ചെയ്യാൻ കഴിയും. തുടർന്ന് ഏറ്റവും അടുത്തുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനത്തിലെ ഡാറ്റയുമായി വിലയിരുത്തിയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ആപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുന്നു ശ്രീ സജിൻ കുമാർ. കേരളത്തിലെ മണ്ണിടിച്ചിൽ കാലവർഷത്തോടനുബന്ധിച്ചാണ് സംഭവിക്കുന്നത്. ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ ഏതാണ്ട് എത്ര മഴയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ റെയിൻഫോൾ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു പ്രദേശത്തിൻ്റെ ചരിവും മണ്ണിൻ്റെ ഘടനയും ആശ്രയിച്ചിരിക്കും. കേരളത്തിലാണെങ്കിൽ അത് ശരാശരി ഒരു 1 മുതൽ 5 ദിവസം വരെയുള്ള മഴയാണ് മണ്ണിടിച്ചിലിന് വേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് 150 മില്ലിമീറ്റർ മഴ പെയ്താൽ മണ്ണിടിച്ചിൽ ഒരു പ്രദേശത്തുണ്ടായാൽ ആ പ്രദേശത്തിൻ്റെ മണ്ണിടിച്ചിലിൻ്റെ ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് 2 ദിവസം കൊണ്ട് 150 മില്ലിമീറ്റർ എന്നാണ്. 2018 പ്രളയത്തിന് ശേഷം യഥാർത്ഥത്തിൽ അമേരിക്കയിലുള്ള മിഷിഗൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും സൊസൈറ്റി ഫോർ എക്സ്പ്ലോറേഷൻ ജിയോഫിസിസ്റ്റും ചേർന്ന് ഏതാണ്ട് കേരളത്തിലുള്ള മഴമാപ്പനികളുടെ എണ്ണം കുറവായതിനാൽ ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 8 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് നമ്മൾ സ്ഥാപിച്ചു. കേരള സർവകലാശാലയുടെ സഹകരിച്ചിട്ടാണ് ഇത് സ്ഥാപിച്ചത്. ഈ 8 മഴമാപ്പനികളിൽ നിന്നും ഏതാണ്ട് 15 മിനിറ്റ് ഇടവിട്ട് ഈ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ തോത് നമ്മുടെ കേരള സർവകലാശാലയിൽ സ്ഥാപിച്ചിരിക്കുന്ന സെർവറിലെത്തും. ഈ മഴയുടെ തോത് അതായത് ഗൂഗിൾ എർത്ത് എഞ്ചിൻ മുഖേന സ്ഥാപിച്ചിട്ടുള്ള ത്രെഷോൾഡുമായും മണ്ണിടിച്ചിൽ സാധ്യത മാപ്പുമായി താരതമ്യപ്പെടുത്തും. ഈ താരതമ്യപ്പെടുത്തിയതിനു ശേഷം ആ ത്രെഷോൾഡിൻ്റെ എത്ര ശതമാനമാണ് ആ പെയ്ത മഴയെന്ന് ഈ പറഞ്ഞ സ്ലിപ്പ് മൊബൈൽ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഉപഭോക്താവിൻ്റെ മൊബൈൽ ലഭിക്കുന്നതാണ്. ഏതാണ്ട് ഈ പറഞ്ഞിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ ത്രെഷോൾഡിൻ്റെ 25%, 50%, 75% എന്നിവ കടക്കുമ്പോൾ മൊബൈൽ ആപ്പിൽ മെസ്സേജ് മുഖേന ഉപഭോക്താവിന് അറിയിപ്പ് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം മണ്ണിടിച്ചിൽ സാധ്യത മേഖല ഭൂപടത്തിൽ പച്ചയിൽ നിന്ന് മഞ്ഞയും മഞ്ഞയിൽ നിന്ന് ഓറഞ്ചുമായും ഓറഞ്ചിൽ നിന്ന് ചുമപ്പുമായി നിറങ്ങൾ മാറുകയും ചെയ്യും. അപ്പം ഈ ത്രെഷോൾഡിന് പുറമെ മാപ്പിന് തന്നെ മാറ്റം സംഭവിക്കും, നിറങ്ങളുടെ മാറ്റം സംഭവിക്കും. ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ മൊബൈൽ ആപ്പ് ഇപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാലക്രമേണ മഴമാപ്പനികളുടെ ശൃംഖല കേരളത്തിൽ എമ്പാടും ചെയ്തതിനു ശേഷം കേരളത്തിലെമ്പാടും ഇത് കിട്ടുന്നതായിരിക്കും. തത്സമയ നിരീക്ഷണത്തിലൂടെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഫലപ്രദമായ സംവിധാനമാണ് ഈ മുന്നറിയിപ്പ് ആപ്പ് നൽകുന്നത്. ഓരോ 15 മിനിറ്റിലും ഇത് അലർട്ടുകൾ നൽകും. ഉരുൾപൊട്ടൽ സാധ്യതകളെക്കുറിച്ച് തുടർച്ചയായി നിരീക്ഷണവും നടത്തുന്നു. നിലവിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് ഉത്തരവാദിത്വമുള്ള ദേശീയ ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ സാങ്കേതിക വിദ്യയുടെ ഭാഗങ്ങൾ സ്വന്തമാക്കി ഉപയോഗിക്കുന്നതിന് കേരള സർവകലാശാലയുമായി ചർച്ചയിലാണ്. പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിക്കുന്നു തെലങ്കാനയിൽ നിന്നുള്ള മുൻ SBI ജീവനക്കാരൻ DV ശങ്കർ റാവു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ റാവു തന്റെ 73-ാം വയസ്സിൽ സ്വന്തമാക്കിയത് ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 4 സ്വർണ്ണ മെഡലുകളാണ്. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരാൾ
ഇതാദ്യമായാണ് ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത്. കഴിഞ്ഞ മാസം പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ 83 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു ശങ്കർ റാവുവിൻ്റെ മെഡൽ നേട്ടം. പരിശീലനം ആരംഭിച്ച് കേവലം 6 മാസങ്ങൾക്കുള്ളിലാണ് ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചത്. അച്ചടക്കവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്ന സന്ദേശം നൽകുകയാണ് ശ്രീ ശങ്കർ റാവു. ബാറ്ററി ഡൗണായി വാഹനം വഴിയിലാവുക. ഈ അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ടവരാകും നമ്മളിൽ പലരും. എന്നാൽ ഇനി ബാറ്ററി ഡൗണായി വാഹനം വഴിയിലാകുമെന്ന പേടി വേണ്ട. സ്റ്റാർട്ടാകാത്ത വാഹനം സ്റ്റാർട്ടാക്കാൻ കെൽട്രോണിൻ്റെ ജംപ് സ്റ്റാർട്ടർ റെഡിയായിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ മാനുഫാക്ചറിംഗ് സെന്ററായ കണ്ണൂരിലെ കേന്ദ്രത്തിലാണ് ജംപ് സ്റ്റാർട്ടറിൻ്റെ പിറവി. എന്താണ് ജംപ് സ്റ്റാർട്ടർ എന്നല്ലേ? വാഹനത്തിൻ്റെ ബാറ്ററി ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണമാണിത്. ബാറ്ററി ഡൗണായി വാഹനം സ്റ്റാർട്ടാകാതെ വന്നാൽ ജംപ് സ്റ്റാർട്ടർ ഉടനടി പരിഹാരമുണ്ടാക്കും. വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള പവർ ഇത് നൽകും. അങ്ങനെ അടുത്തുള്ള സർവീസ് സ്റ്റേഷനിലേക്ക് വാഹനത്തെ സുരക്ഷിതമായി എത്തിക്കാനാവും. ജംപ് സ്റ്റാർട്ടറിൽ പവർ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും നൂതന സൂപ്പർ കപ്പാസിറ്റർ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവയവദാനത്തിന്റെ മഹത്വം ഓർമ്മപ്പെടുത്തിയാണ് കൊട്ടാരക്കരയിലെ ഐസക് ജോർജ്, നെടുമ്പാശ്ശേരിയിലെ ബിൽജിത്ത് എന്നിവർ ഈ ലോകത്തു നിന്ന് ഈ അടുത്തിടെ യാത്രയായത്. മസ്തിഷ്ക മരണം സംഭവിച്ച അവരുടെ അവയവങ്ങൾ ദാനം നൽകുക വഴി 12 പേർക്കാണ് ജീവിതത്തിലേക്ക് പ്രതീക്ഷ തിരികെ കിട്ടിയത്. പല മേഖലകളിലും ഏറെ പുരോഗമിച്ചെങ്കിലും ഇനിയും അവയവദാനം നമ്മുടെ സമൂഹത്തിൽ അത്ര വ്യാപകമായിട്ടില്ല എന്നതാണ് വസ്തുത. ഈ അവസരത്തിലാണ് 35 വർഷം മുൻപ് അവയവമാറ്റം നടത്തിയ കൂത്താട്ടുകുളം സ്വദേശി മോഹനന്റെ കഥ വ്യത്യസ്തമാവുന്നത്. 2 തവണ വൃക്ക മാറ്റിവെക്കൽ നടത്തിയിട്ടുള്ള ആളാണ് മോഹൻ. ഇന്ന് അദ്ദേഹത്തിന് 63 വയസ്സാണ്. ആദ്യം അമ്മയും പിന്നീട് തീരെ പരിചിതമില്ലാത്ത ഒരു ദാതാവുമാണ് അദ്ദേഹത്തിന് വൃക്ക നൽകിയത്. തനിക്ക് ആദ്യം വൃക്ക നൽകിയ 83-കാരിയായ അമ്മ തങ്കമ്മ ഇന്നും സൗഖ്യത്തോടെ ഇരിക്കുന്നു. അവയവദാനമാണ് മഹാദാനമെന്ന് വൃക്ക സ്വീകരിച്ച ശ്രീ മോഹനൻ. നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു രീതിയിൽ അവയവദാനത്തെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു അവയവം മറ്റൊരു വ്യക്തിക്ക് നൽകുമ്പോൾ അവർക്കൊരു പുതുജീവൻ ലഭ്യമാണ് എന്നുള്ള അവബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നു. അവയവം കൊടുക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? കിട്ടുന്നയാൾക്ക് അതുകൊണ്ട് എത്ര നാൾ മുമ്പോട്ട് പോകാൻ കഴിയും? പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഒക്കെ ഒരു പരിഹാരം ഉണ്ടായാൽ, കൃത്യമായ അവയവങ്ങൾ യഥാസമയം ലഭ്യമാണെങ്കിൽ നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സ്ഥിതി സയൻസിന്റെ ഏറ്റവും പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൃക്ക കിട്ടി ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നമ്മുടെ സമൂഹത്തോട്, പ്രത്യേകിച്ചും പ്രബുദ്ധരായ മലയാളികൾ, പലതിനും മാതൃക കാണിച്ചിട്ടുള്ള മലയാളികൾ, അവരുടെ സമീപനത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും ഒട്ടനവധി ആളുകളെ സഹായിക്കാൻ കഴിയുന്നതാണ്. നമ്മളുടെ സഹജീവികൾക്ക് ഒരു പുതുജീവൻ നൽകാൻ നമ്മൾ ഉതകുമെങ്കിൽ അതിൽ പരം ഒരു പുണ്യകർമ്മം നമ്മളുടെ ചെറിയ ആയുസ്സിൽ ചെയ്യാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന സേവനങ്ങൾക്കൊപ്പമോ അതിലേറെയോ തന്നെ വലുതാണ് അവയവദാനം എന്ന ഈ സേവനം. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമൻ്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.